നമസ്കാരം. തെലുങ്കിൽ മാത്രമല്ല മലയാളികൾക്കും ഒരേ ഒരു ഐക്കൺ സ്റ്റാറേ, ഒരേ ഒരു സ്റ്റൈലിഷ് സ്റ്റാറേ ഉള്ളൂ. അത് അല്ലു അർജുനാണ്. ആരെയും ബണ്ണിയും തൊട്ട് മല്ലു അർജുനായ അല്ലുവിന്റെ പുഷ്പ രണ്ടാം ഭാഗമെത്താൻ മലയാളികളും പടം റിലീസ് ചെയ്യുന്നതിന് മുൻപേ മലയാളികളെ വന്നു കാണാൻ അല്ലുവും കാത്തിരുന്നതിന് കാരണം ഓരോ പടത്തിനും കേരളത്തിലും കിട്ടുന്ന ഐക്കോണിക് ബോക്സ് ഓഫീസ് കളക്ഷനാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ മാത്രം വാരിക്കൂട്ടിയത് 125 കോടി. സിനിമയ്ക്ക് കേരളത്തിൽ 500 സ്ക്രീനുകൾ. ബൻവർ സിംഗ് ഷെഖാവത്തായി മലയാളികളുടെ ഫഹദ് ഫാസിൽ, ശ്രീവല്ലിയായി നാഷണൽ ക്രഷ് രശ്മിക മന്ദാന. പുഷ്പ ദ റൈസ് പോലെ, പക്ഷേ രണ്ടാം ഭാഗം പുഷ്പ ദ റൂൾ ആളിക്കത്തിയോ അതോ പാളിയോ? ആരാധകരും സിനിമാ നിരൂപകരുമെല്ലാം എന്തു പറയുന്നു? പരിശോധിക്കുന്ന 1 മണിക്കൂർ. സ്വാഗതം. സിനിമാ റിവ്യൂവറായ അശ്വന്ത് കോക്കും ആദർശ് എച്ചും നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം സിനിമാ ബ്ലോഗർ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ, ഒപ്പം അല്ലു അർജുൻ ആരാധകൻ കൂടിയായ ഷാനുവും നമുക്കൊപ്പം ചേരുന്നു. ഞാൻ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് മുൻപ് പുഷ്പ 2വിലെ അല്ലുവിൻ്റെ അതേ ലുക്ക് നേരിട്ടും അങ്ങനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകളിലെത്തിയ ഷാനു നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുക കൂടിയാണ്. എനിക്ക് തോന്നുന്നത് അത് മുഴുവനായിട്ട് ഷാനുവിനെ കാണുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ അതേ രൂപഭാവാദികളോട് തന്നെയാണ് ഷാനു എത്തിയിരിക്കുന്നത്. ഷാനു കുറേ സമയം എടുത്തിട്ടാണ് ഈ രൂപത്തിലെത്തിയത് അല്ലേ? ഒരു മണിക്കൂറിന് മേളെ ഒരുങ്ങേണ്ടി വന്നു ഇതിനകത്ത് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ രൂപത്തിൽ തന്നെയാണ് ഇന്ന് ആദ്യ ഷോ കാണാൻ പോയതും പുഷ്പ അല്ലേ? അതെ, ഒരുപാട് പ്രതീക്ഷയോടെ. അതെ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഒരുപാട് പ്രതീക്ഷയോടെ കൂടി പോയതാണ്. പക്ഷേ ഭയങ്കര വിഷമത്തിലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഫസ്റ്റ് ഹാഫ് വേറെ അത്ര കുഴപ്പമില്ലാതാണ് പോയത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പടം സീരിയൽ പോലെ ആയിപ്പോയി. എന്നാലും ഞാനൊരു അല്ലു അർജുൻ ഫാൻ ആയതുകൊണ്ട് പറയുകയാണ്, നല്ല സിനിമയാണെങ്കിൽ നല്ലത് തന്നെ ഞാൻ പറയും. പക്ഷേ ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും അല്ലു അർജുനെ കുറ്റം പറയാൻ പറ്റില്ല. സാരി ഉടുത്തുള്ള ആ ഒരു ഗെറ്റപ്പ് എന്ന് പറയുന്നത്, അത് മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് അതിനു മുമ്പായിട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം ഞാനൊരു കലാകാരനും കൂടെ ആയതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്കിതിനെ യാതൊരു മാനക്കേടുമില്ല. ഞാൻ ഇനിയും ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരുപാട് വേഷങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നതാണ്. എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയില്ലെങ്കിലും ഞാൻ നമ്മുടെ എന്നെപ്പോലെ പ്രേക്ഷകർ ഒരുപാട് കാണാൻ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ എനിക്ക് അവതരിപ്പിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത്. ഓക്കെ, അല്ലു അർജുൻ്റെ കടുത്ത ഫാൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, പടത്തിൽ കഴിഞ്ഞ പുഷ്പയിൽ ദേശീയ ചലച്ചിത്ര അവാർഡ്, അതൊരു തെലുങ്ക് സിനിമയ്ക്ക് കൂടി അങ്ങനെ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത അല്ലു അർജുൻ, ഇത്തവണത്തെ പെർഫോമൻസ് ഏത് തരത്തിലാണ്? അതും നിരാശപ്പെടുത്തിയോ? അത് നിരാശപ്പെടുത്തിയിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയ. നല്ല വിഷമമുണ്ട്, സങ്കടമുണ്ട്. തിരുവനന്തപുരത്തെ അല്ലു അർജുൻ്റെ ഫാനെന്ന് പറയാനായിട്ട് ഒരുപാട് ഫാൻസായിട്ട് ആരും വന്നിട്ടില്ല. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരെല്ലാവരെയും മലത്തി അടിച്ചും കൊണ്ട് ഞാൻ അടിച്ച് കയറി വന്നിട്ടുണ്ട്. അല്ലു അർജുനു വേണ്ടി ഞാൻ അടിച്ച് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ആദർശ് കൊല വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പുഷ്പയുടെ റിവ്യൂവിൽ. അത്രയ്ക്കും ഞാൻ കണ്ടിട്ടില്ല പടം. പടം എങ്ങനെയുണ്ട് കാണാതെ നമുക്കൊരു ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ തന്നെയുള്ള ജോൾസിന ഈ പടം കണ്ട് കൃത്യമായി ഒരു റിവ്യൂ ഒക്കെ ഇട്ട് അത് കൂടി ഞാൻ കേട്ട് ഞാൻ ജോൾസിനോട് സംസാരിച്ചിട്ട് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ആദർശ് ഫസ്റ്റ് ഷോ തന്നെ കണ്ട് ആ പടം വളരെ മോശമാണ്, അല്ലെങ്കിൽ വളരെ നിരാശപ്പെടുത്തുന്നതാണെന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരുന്നത്. അത്രയും മലയാളി ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു പടമാണോ പുഷ്പ 2? ഇപ്പോൾ അല്ലു അർജുൻ്റെ ഏറ്റവും അടുത്ത ഫാനായിട്ടുള്ള ഇദ്ദേഹം തന്നെ പറഞ്ഞത് സെക്കൻഡ് ഹാഫ് വൻ നിരാശാജനകമായിരുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു സിനിമയിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പം എല്ലാ സിനിമയും നമുക്ക് ഓസ്കറിന് അയക്കാനോ അല്ലെങ്കിൽ നാഷണൽ അവാർഡിന് അയക്കാനോ വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വരുന്നൊരു സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ആ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ധർമ്മമെങ്കിലും നിറവേറ്റാൻ കഴിയണം എന്നുള്ളതാണ്. ഇവിടെ ആ സിനിമ അതിൽ നിന്ന് പോലും വ്യതിചലിച്ചു പോയി എന്നുള്ളതുകൊണ്ടാണ് ആ സിനിമ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതായി പോകുന്നത്. ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സിനിമ പോകുന്നത് ഒരു സ്പൂഫ് മട്ടിലാണ് പലപ്പോഴും പോകുന്നത്.
ഒരു സെക്കൻഡ് ഹാഫ് എത്തുന്നതോടുകൂടി അതൊരു കംപ്ലീറ്റ് സീരിയലായി ഒരു കുടുംബനാഥൻ്റെ റോളിലേക്ക് അല്ലു അർജുൻ മാറുന്ന രീതിയിലേക്ക് ആ സിനിമ പോകുന്നുണ്ട്. അപ്പം അതൊരു നിരാശാജനകമായ കാര്യമാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അശ്വന്ത് കോക്കിൻ്റെ ഇതിൻ്റെ റിവ്യൂ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ പിന്നെ പ്രതീക്ഷിക്കും ഇദ്ദേഹം ഈ അശ്വന്ത് കോക്കൊക്കെ സാരി കൊടുത്ത് വന്നിരുന്ന് ഈ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പൂഫും അതിൻ്റെ ഒരു ഏറിക്കേറ്റലും അതിൻ്റെ ഒരു രസമെങ്കിലും പിന്നീട് ആസ്വദിക്കാമല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം തിയേറ്ററിൽ പോയിരുന്നിട്ടാണെങ്കിലും ആ സിനിമയിൽ ചില രംഗങ്ങൾ വരുമ്പോൾ അതൊരു തമാശയായി മാറുകയാണ്. ഇപ്പം ആദ്യത്തെ ഇതിൽ തന്നെ ഒരു ഫൈറ്റ് സീനുണ്ട്, വളരെ ഗംഭീരമായ വിഷ്വലൊക്കെ ഉള്ള ഒരു ഫൈറ്റ് സീനാണ്. പക്ഷേ ഒരു 10 മിനിറ്റോളം ആ ഫൈറ്റ് സീൻ വന്നിട്ട് പിന്നീട് ആ സിനിമയിൽ അതാണ് ജപ്പാനിലുള്ള ഫൈറ്റ് സീൻ, ജപ്പാനിലുള്ള ഒരു ഫൈറ്റ് സീനാണ്. പക്ഷേ പിന്നീട് ആ സിനിമയുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഒരു പക്ഷേ മൂന്നാം ഭാഗത്തിൽ അതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതിന് ആ സിനിമ നിരാശജനമാണ്. പിന്നെ ഈ നാഷണൽ ക്രഷ് എന്ന് പറഞ്ഞ രശ്മി മന്ദാന ഈ സിനിമയിൽ ആക്ച്വലി ഒരു നാഷണൽ ക്രിഞ്ചായി മാറിയിരിക്കുകയാണ്. ഒരു എല്ലാ സീനുകളിലും ഒരേ റിപ്പീറ്റേഷനും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രകാശ് രാജ് പാണ്ടിപ്പട സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് റൊമാൻസ് വരുന്നതാ എന്ന് പറയുന്ന പോലെയാണ് രശ്മി സിനിമയിൽ വന്നിട്ട് ഫീലിങ്സ് വരുന്നതാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിപ്പീറ്റേഷനും പിന്നെ വെറുതെ ഇരിക്കുന്ന അല്ലു അർജുൻ്റെ കഥാപാത്രത്തെ എരിയേറ്റി വിട്ട് അടിയുണ്ടാക്കിക്കാൻ വിടുന്ന ഒരു പരിപാടിയും അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഈവൻ നമ്മളൊരു ലോജിക്ക് വെച്ചിട്ടൊന്നും അല്ല ഈ സിനിമയെ നോക്കുന്നത്. അങ്ങനെ കാണേണ്ട ഒരു സിനിമയല്ലേ. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ സിനിമയിലൊന്നും അല്ലാതാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഒരു ഫൈറ്റ് സീനും അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിലും ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുക്കാത്തതിൻ്റെ പേരിലൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ തന്നെ താഴെ ഇടുന്ന രീതിയിലുള്ള സിനിമ, അല്ലെങ്കിൽ ഇപ്പം ഫഹദ് ഫാസിൽ അത്ര ഗംഭീര നടനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് പോലും പലയിടങ്ങളിൽ പെർഫോം ചെയ്യാൻ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ തന്നെ ഫഹദ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് പലയിടത്തും വരുന്നു. അത്തരത്തിൽ ആ സിനിമയ്ക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കളക്ഷൻ വൈസ് എങ്കിലും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നിട്ട് അത് നിറവേറ്റാൻ കഴിയാതെ പോയി. അതെ, ഓരോരോ ഭാഗത്തേക്ക് ഫഹദ് ഫാസിൽ, രശ്മിക, നമുക്ക് ഓരോരോ ഭാഗത്തിലേക്ക് വരാം. ഞാൻ പ്രധാനപ്പെട്ട 2 പേര് അവിടെയുണ്ട്. ഞാൻ അവരിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യം കൂടി ഷാനുവിനോട് ചോദിക്കുന്നത്, ഷാനു, ഈ തെലുങ്ക് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഓവർ ഇമോഷണൽ ആണെങ്കിലും ഇത്തരം മെലോ ഡ്രാമയാണെങ്കിലും ഈ ആക്ഷൻ പോലെ തന്നെ അതും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. അതുകൊണ്ട് മലയാളികൾ കുറച്ചും കൂടെ ഒരു ലോജിക്ക് വേണം തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് മാത്രം പിടിക്കുന്നില്ല ഈ പടം അല്ലുവിൻ്റെ മറ്റ് സിനിമകളെ പോലെ, അത്രയേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമേനെക്കാട്ടി ഏറ്റവും നല്ല ഹൈപ്പോടി വരുന്നത് ഈ തെലുങ്ക് പടവും മലയാള പടവുമാണ്. മലയാളമല്ല, തമിഴ് പടമൊക്കെയാണ്. അത് വെളുപ്പിനെ 4 മണിക്ക് ഈ പടം കൊള്ളൂല്ലെങ്കിൽ ഇനി അടുത്തൊരു പടം അല്ലു അർജുൻ്റെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കണക്ക് തന്നെ എല്ലാവരും പോയി കാണും. അതിലൊരു മാറ്റവും. പിന്നെ ഞാനും പോയത് ഈ ചന്ദനം കടത്തുന്നത് കാണാനുള്ള ഒരു ഇഷ്ടത്തിൽ ഞാൻ പോയതാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ചന്ദനം കടത്തുന്നത് കാണാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ചന്ദനം മഴ സീരിയൽ പോലെയാണ് തോന്നിയത്. ഞാനൊരു അല്ലു അർജുൻ ഫാൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ഉള്ളതുപോലെ പറയുന്നൊരു വ്യക്തിയാണ്. പിന്നെ എല്ലാവർക്കും കുറ്റങ്ങൾ എല്ലാവർക്കും പറയാം. നേരത്തെ ഈ പുള്ളി പറഞ്ഞായിരുന്നു, ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. പക്ഷേ ഒരു സിനിമ എടുക്കുന്ന കഷ്ടപ്പാട് എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ആ ഒരു കഷ്ടപ്പാട് എന്താണെന്ന്. ആ ഒരു സിനിമ ഔട്ട് ഇറക്കുന്നവരുടെ കഷ്ടപ്പാടും വേദന എന്താണെന്ന് അറിയാം. നമുക്ക് പലതും വലിച്ചു വാരി പറയാം, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, അത് നമ്മുടെ ഇഷ്ടമാണ്. എന്നാലും നമുക്ക് അവർ ചെയ്യും പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. യെസ്, ഞാൻ തിരികെ എത്താം. ഷാൻ, അശ്വന്ത് കോക്ക്, നിങ്ങൾ എപ്പോഴാണ് ആ വീഡിയോ ഇടുക? അല്ലെങ്കിൽ ആ വീഡിയോ ഇടാൻ പോകുമ്പോൾ അശ്വന്ത് കോക്ക് പുറത്തു പോയിട്ട് നാരങ്ങാമാലയൊക്കെ വാങ്ങിക്കും എന്നുള്ള ട്രോളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ചർച്ചയിലോട്ട് കയറുന്നത്. ഈ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല, പക്ഷേ പടം കാണുകയും ചെയ്തു. എന്തായാലും എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങളുടെ പ്രേക്ഷകരും കൂടെ നോക്കിയിരിക്കുന്നുണ്ടാവും ഏത് തരത്തിലാണെന്നുള്ളത്. ഈ ഷാൻ പറഞ്ഞതുപോലെ ചന്ദനക്കടത്ത് കാണാൻ പോയിട്ട് ചന്ദനമഴയായി പോയി പുഷ്പ 2, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതെ, ആ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാണ്, അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ റെഡിയാണ്. പിന്നെ ഈ ഷാൻ പറഞ്ഞ കാര്യം, സീരിയൽ എന്ന് പറയുന്നത് അത് വളരെ മെലോ ഡ്രാമ, അതുപോലെ തന്നെ ഈ ഫാമിലിയിലായിട്ടുള്ള ഇമോഷൻസ് അതിൽ വല്ലാതെ ഫോക്കസ്ഡ് ആയിപ്പോയി സെക്കൻഡ് ഹാഫിലും ടുവേർഡ്സ് ക്ലൈമാക്സിൽ. അപ്പോഴീ പുഷ്പ എന്ന് പറയുന്ന ഒരു ഭീകരൻ ലാസ്റ്റ് ഇങ്ങനെ അവിടെ കിടന്ന് മോങ്ങുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് അത് സ്വാഭാവികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മടിയാണ്. അപ്പോൾ തിയേറ്ററിലുള്ള റെസ്പോൺസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ ടുവേർഡ്സ് ക്ലൈമാക്സും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആസ് എ ഹോൾ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇനി ഒരു 3-ാം ഭാഗമൊക്കെ വരാനുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒളിപ്പിച്ചിരുന്നതാണോ, അതോ ഈ തെലുങ്ക് ആരാധകർക്ക് വേണ്ടിയിട്ട് അല്ലു അർജുൻ ഇവിടെ വന്ന ഒരു മലയാളം പാട്ട് പോലും ഉൾപ്പെടുത്തി അത് കുറച്ചുകൂടെ മലയാളം പ്രേക്ഷകർക്ക് അപ്പീലിംഗ് ആവേണ്ടതായിരുന്നു? അങ്ങനെ ആയില്ല, ഇത് പരിപൂർണ്ണ ഒരു തെലുങ്ക് ടേസ്റ്റ് പടമായി പോയി. അങ്ങനെ ഉണ്ടോ?
ഇല്ല, അങ്ങനെയില്ല. അതൊക്കെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നില്ല, അല്ലാതെ മലയാളത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. അത് ഇവിടെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിന് മാത്രം. ഇത് 3-ാം ഭാഗം 4-ാം ഭാഗമൊക്കെ ഇറക്കാം. പക്ഷേ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ വീക്കായി പോയി. ഫസ്റ്റ് പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന 2021 ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴേക്ക് പുഷ്പയുടെ ക്യാരക്ടർ തന്നെ ഭയങ്കര വീക്കായി പോയി. അതുപോലെ തന്നെ ഈ ഫഹദ് ഫാസിൽ ചെയ്ത ഈ ഷക്കാവത്ത് എന്ന് പറയുന്ന IPS ഓഫീസർ ഇതിലൊരു കോമഡിയായി പോയി. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അത് ഇതിലേക്ക് വന്ന സമയത്ത് ഇദ്ദേഹത്തെ ഒരു കോമാളിയാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഫഹദിന്റെ പെർഫോമൻസിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന മീറ്റർ മൊത്തം മാറിപ്പോയി, അതിൻ്റെ ഗ്രാഫേ മാറിപ്പോയി. അങ്ങനെ വന്ന സമയത്ത് വളരെ ദാരുണമായ അവസ്ഥയായിരുന്നു. കാരണം ഫഹദിനെ പോലെ ഇത്രയും ഒരു മികച്ചൊരു നടൻ അല്ലു അർജുൻ്റെ സിനിമയിൽ പോയിട്ട് ഇങ്ങനെ കോമാളിത്തരം കാണിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നത് കണ്ടപ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു കോമഡിയാണ്, ഒരു കോമഡി പോലെയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തോന്നിയത് അല്ലേ? ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് മുമ്പ്, അതായത് ഫഹദ് അല്ലു കോംബോ അതൊരു കോമഡി പോലെയായിട്ട് തോന്നി. അല്ല, കോംബോ അല്ല, ആ ക്യാരക്ടർ അല്ല, കോമ്പിനേഷന്റെ പ്രശ്നമല്ല. ആ ക്യാരക്ടറിന്റെ ഗ്രാഫ് മാറിപ്പോയി. ആ ക്യാരക്ടർ എന്താണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പുഷ്പയ്ക്കകത്ത്, അതല്ല ഈ പുഷ്പയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഈ പുഷ്പയ്ക്കകത്ത് ആ ക്യാരക്ടറിന്റെ നേച്ചറേ മാറിപ്പോയി. ഈ ക്യാരക്ടർ ഒരു കോമഡിയായി പോയി. മറ്റേതിലൊരു ഭീകരനായിരുന്നു, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെയാണ് ലാൻഡ് ചെയ്യിപ്പിച്ചത് ഫഹദിനെ. ഇതിലേക്ക് വന്നപ്പോഴേക്കും അതിന് നേരെ വിപരീതമായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഫഹദ് ചെയ്തത് കൊണ്ടുള്ള നിരാശയാണ്, അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അശ്വന്ത്, ഞാൻ തിരികെ എത്താം. സന്തോഷ് വർക്കി അഥവാ ആറാട്ടാണ്. ഇപ്പോൾ 3 പേരും പറയുന്നത് ഈ സിനിമ നിരാശപ്പെടുത്തി, അല്ലെങ്കിൽ പുഷ്പ 1-ൽ നിന്ന് 2-ലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അതെല്ലാം നിരാശപ്പെടുത്തി. ഫഹദ് ഫാസിലടക്കം പോലും ആ ക്യാരക്ടർ രൂപീകരണം പോലും നിരാശപ്പെടുത്തിയാണ്. അങ്ങനെയാണോ സന്തോഷ്? പടം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണോ തോന്നിയത്, അതോ ഇഷ്ടപ്പെട്ടോ? എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. പക്ഷെ പൊതുവേ പറയാവുന്ന മലയാളികളുടെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്, എസ്പെഷ്യലി യുവാക്കളുടെ. പണ്ടുള്ള രജനീകാന്ത് പടങ്ങൾ കേരളത്തിൽ ഓടില്ല, കാരണം ബുദ്ധിപരമായ വ്യായാമം ഇല്ല പറഞ്ഞു. ഇപ്പോൾ പണ്ടാണെങ്കിലും അല്ലു അർജുൻ്റെ ബണ്ണി അതുപോലെ പടങ്ങൾ ഓടിയുണ്ട്. ഇപ്പോഴത്തെ യൂത്തിന് പറഞ്ഞാൽ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ ഓൺലി എൻ്റർടൈൻമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ലക്ഷ്യം എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, മെസ്സേജ് കൊടുക്കാനൂടെ ഉണ്ട്. ഇപ്പോൾ വളരെയധികം ആസ്വാദന നിലവാരം ഇപ്പോഴത്തെ യൂത്തിൻ്റെ താഴ്ന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ മൂവീസ് അല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ബോർഡ് കേൾക്കാൻ വേണ്ടിയാണ് എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ പണ്ട് ഓടില്ലായിരുന്നു കേരളത്തിൽ. ബുദ്ധിപരമായ വ്യായാമം ഇല്ലാത്ത, ലോജിക്ക് ഇല്ലാത്ത മൂവീസാണ് ഇങ്ങനത്തെ മൂവീസ് എല്ലാം. അല്ല, ഇത് മലയാളം, മറാഠി, ബംഗാളി മൂവീസ് എടുത്തതിന് വളരെ കണ്ടന്റുള്ള മൂവീസാണ്. ഓടുന്നില്ല, അല്ലെങ്കിൽ ഇത് ഓടുന്നില്ല. പക്ഷേ ജനറലി പറഞ്ഞാണ് അല്ലു അർജുന്റെ വേറെ പല പടങ്ങളും, അല്ലു അർജുന്റെ വേറെ ബണ്ണി പോലെ പടങ്ങളും, അല്ല ഞാൻ പറഞ്ഞത് ജനറലായിട്ട് പറഞ്ഞാണ്. അല്ലു അർജുന്റെ ബണ്ണി പോലെ പടങ്ങൾ ഓടിയല്ലോ, അങ്ങനെ പല പടം ഓടുന്നുണ്ടല്ലോ. ഈവൻ ജയിലർ പോലും അങ്ങനത്തെ പടമാണ്. ഇപ്പോഴത്തെ യൂത്തിന്റെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. അല്ലു അർജുൻ വിരോധിയാണോ സന്തോഷ്? അല്ലു അർജുൻ വിരോധിയാണോ? നിങ്ങൾക്ക് അല്ലു അർജുനെ ഇഷ്ടമല്ലേ? ഞാൻ ആരും വിരോധിയല്ല. അല്ലു അർജുൻ എങ്ങനെയാണ് പുഷ്പ 1 നാഷണൽ അവാർഡ് കിട്ടിയത് മനസ്സിലാവണില്ല. അപ്പൊ പുഷ്പ 1 നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല അല്ലെ? പുഷ്പ 1 നല്ലൊരു ആക്ടറാണ്. പുഷ്പ 1 പോലും ഇഷ്ടമായിരുന്നില്ല. അല്ല, ഇങ്ങനത്തെ മൂവീസ് അല്ല കാണുന്നത്. ഇത് വളരെ എന്താണ് എസ്തെറ്റിക് വാല്യൂ വളരെ കുറവുള്ള മൂവീസാണ് ഇങ്ങനത്തെ മൂവീസാണ്. സന്തോഷം, അപ്പം അങ്ങനെ അതിന്റെ എസ്തെറ്റിക് വാല്യൂ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇന്ന് തിയേറ്ററിൽ പോയത്? ഞാൻ എല്ലാ മൂവീസും കാണാറുണ്ട്, എല്ലാ ജോണറും കാണാറുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഉള്ളൊഴുക്ക്, അതുപോലെ കണ്ടന്റ് ഡ്രിവൻ മൂവീസ് കൂടുതൽ താല്പര്യം. മലയാളത്തിൽ അങ്ങനത്തെ മൂവീസാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ പണ്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല, രജനീകാന്ത് പടമൊന്നും ഇവിടെ ഓടില്ലേ. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു മാസ് മസാല മൂവീസാണ് ഇപ്പോഴത്തെ യൂത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിൽ യാതൊരു മെസ്സേജും ഇല്ല, ഒന്നുമില്ല, വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രം. യാതൊരു ലോജിക്കില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, കുറേ വയലൻസ്, കുറേ വൾഗർ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ സിനിമയിൽ കാണുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. ഈ പുഷ്പ 1 326 കോടിയുടെ റെക്കോർഡ് കളക്ഷൻ 3 ആഴ്ച കൊണ്ട് ആദ്യം നേടിയ ഒരു സിനിമ. ഇപ്പോൾ താങ്കളടക്കം ഇത് ഇഷ്ടമില്ലാണ്ടാണ് പോകുന്നതെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ പ്രേക്ഷകർ തിയേറ്ററിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പടത്തിന്റെ കളക്ഷൻ കൂടുമല്ലോ, ഇല്ലേ? പടത്തിന്റെ കളക്ഷൻ കൂടാനാണല്ലോ സാധ്യത. എന്നോടാണോ? അതെ, സന്തോഷിനോട് ചോദിക്കുന്നത്. ഹലോ, സന്തോഷിനോടാ ചോദിക്കുന്നത്, കേട്ടില്ലേ?
ഞാൻ പണ്ടിൽ എത്രയോ നല്ല ഫിലിം മേക്കേഴ്സിനായിരുന്നു. അരവിന്ദൻ കേട്ടു പണ്ടിലെ അരവിന്ദൻ അല്ലെങ്കിൽ ജോൺ അബ്രാം അവരൊക്കെയല്ലേ റിയൽ ഫിലിം മേക്കേഴ്സ്. അല്ലാതെ ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സ് ആണോ ശരിക്കുള്ള ഫിലിം മേക്കേഴ്സാണ്? ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സ് ഓൺലി സിനിമയെ അപ്രോച്ച് ചെയ്ത് ഓൺലി പണത്തിന് വേണ്ടിയാണ്. ശരിക്കുള്ള സിനിമ അങ്ങനെയാണോ? ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം അല്ലെങ്കിൽ പണം മാത്രം ലക്ഷ്യമിടുന്നതാണോ ശരിക്കുള്ള സിനിമ? പണ്ടല്ല എത്രയോ നല്ല KG ജോർജ്, എത്രയോ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെയല്ലേ സിനിമകളാണ്. അല്ലാതെ ഈ വെറും മാസ് മസാല മൂവീസാണോ നമ്മൾ കാണുന്നത്? സന്തോഷിന് മാസ് മൂവി ഇഷ്ടമല്ല, കാണാൻ പോകും പക്ഷേ ഇഷ്ടമല്ല അല്ലേ? എനിക്കിഷ്ടമാണ് മാസ് മൂവീസ് ഇടയ്ക്കാവാം, പക്ഷെ അത് മാത്രമായിട്ട് കാര്യമില്ല. ഇപ്പം മലയാളത്തിൻ്റെ അടുത്ത ട്രാഫിക്കും പുലിമുരുകനും ഇടയ്ക്ക് ഒരുപാട് നല്ല സിനിമകളുണ്ടായി. പുലിമുരുകൻ ഇറ്റായോടെയാണ് മലയാളത്തിൽ പിന്നെ മാസ് ഫിലിംസിൻ്റെ ഒരു തരംഗം വന്നത്. എത്രയോ നല്ല മൂവീസ് 80s ഉണ്ടായിട്ടുണ്ട്. എത്രയോ നല്ല ഡയറക്ടേഴ്സിലായിരുന്നു, ഭരതൻ, പത്മരാജൻ അല്ലെങ്കിൽ KG ജോർജ്. അതൊക്കെയല്ലേ റിയൽ മൂവീസ്. ഇങ്ങനത്തെ മൂവീസാണോ റെഗുലർ മൂവീസാണ്? അല്ല, കാലം മാറുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് മാറും. സൈബർ വേൾഡ് വരുന്നു, അതിനനുസരിച്ച് ടേസ്റ്റ് മാറും. ഒപ്പം പടം മാറൂല്ലേ? നമുക്ക് അരവിന്ദനും നിലവാരം താഴാൻ പാടില്ല. പുഷ്പ ഒന്നിനും നിലവാരം ഇല്ല. ഇപ്പോഴും നല്ല മൂവീസ് ഉണ്ടല്ലോ മലയാളത്തിലുണ്ടാവില്ല. ഉള്ളൊടുക്കൽ നല്ല മൂവി ആയിരുന്നില്ലേ? അങ്ങനത്തെ നല്ല മൂവീസ് ഉണ്ടല്ലോ. അല്ല, എല്ലാ ജോണറും വേണമല്ലോ. പുഷ്പ ഇപ്പോഴത്തെ നിലവാരമില്ല. ഞാനതാ ചോദിക്കുന്നത്. പുഷ്പ ഒന്നിനും നിലവാരമില്ല. സന്തോഷമാണെങ്കിൽ പുഷ്പ ഒന്നിനും നിലവാരമില്ല. പുഷ്പ 1 നല്ല ആസ് എ മാസ് ഫിലിം നല്ലതാണ്. പുഷ്പ 2 വളരെ മോശമാണ്. പുഷ്പ 1 ആസ് എ മാസ് ഫിലിം നല്ലതാണ്. പക്ഷെ പുഷ്പ 2 വളരെ മോശമാണ്. അല്ല, കുറച്ചു മുമ്പ് പറഞ്ഞു പുഷ്പ 1 കൊള്ളില്ല, അല്ലു അർജുൻ എങ്ങനെയാണ് മികച്ച നടനുള്ളത് പുരസ്കാരം കിട്ടിയത് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. കുറച്ച് കൊള്ളില്ലല്ലോ. അല്ലു അർജുൻ അവാർഡ് കൊടുക്കേണ്ട ആവശ്യം എന്താ ഞാൻ ചോദിച്ചത്? പടം മോശാനെ പറഞ്ഞില്ല. യെസ്, ഓക്കെ, ഞാൻ തിരികെത്താം. ഷാനു, പുഷ്പ ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായമൊന്നും നമുക്ക് എന്തായാലും യോജിച്ചു പോകാൻ കഴിയൊന്നുമില്ല. ഡയലോഗ് ഡെലിവറി, ഡാൻസ്. അല്ല, പുഷ്പ 1 നല്ല മൂവിയാ പറഞ്ഞത്. ഉറപ്പിച്ചു, പുഷ്പ 1 നല്ല മൂവിയാണെന്ന് ഉറപ്പിച്ചു. അല്ല, സന്തോഷം പറയുന്നത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. മാസ് മൂവി നല്ലതാണ്. അപ്പോ അരവിന്ദൻ KG ജോർജിന്റെ മാത്രം മൂവിയല്ല, ഇടയ്ക്ക് മാസ് മൂവി ആകാം. മാസ് മസാല ജോണറിൽ നല്ല മൂവിയാണ് പുഷ്പ 1. നമുക്ക് ആ മസാല ജോണറും ആകാം അല്ലേ? മാസ് മസാല ജോണറിൽ പുഷ്പ 1 നല്ല മൂവിയാണ്. എല്ലാ ജോണർ മൂവീസ് വേണമല്ലോ, ഒരു ജോണർ മാത്രമല്ലല്ലോ. ഓക്കെ, അരവിന്ദനെ KG ജോർജിന്റെ മാത്രം മൂവി പോരാ, നമുക്ക് ഇതും വേണം, മസാല മൂവിയും വേണം. അല്ല, എല്ലാ ജോണറും വേണം. എല്ലാ ജോണർ മൂവീസും വേണം. ഒരു ജോണർ മാത്രമായിട്ട് കാര്യമില്ല. അല്ല, അപ്പോൾ യുവാക്കളുടെ ആസ്വാദന നിലവാരം താഴ്ന്നു പോകുകയാണ് എന്ന് കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ യുവാക്കൾ കാണുന്നത് KGF അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളാണ് അങ്ങനത്തെ മൂവീസ് കാണാനാണ് താല്പര്യം. രാവിലെ 4 മണിക്ക് ഷോ, രാവിലെ പോയി കാണുക, ഭയങ്കര ഇതുണ്ടാക്കുന്ന അങ്ങനത്തെ മൂവീസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ മൂവീസ് മാത്രമല്ല, വേറെ എത്രയും നല്ല മൂവീസ് ഉണ്ടാവണം. അതും എൻകറേജ് ചെയ്യണമെന്ന് പറഞ്ഞത്. സന്തോഷ് ഫസ്റ്റ് ഡേ അല്ലേ പോയി കണ്ടത് മൂവി? അല്ലേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ പോയി കണ്ടേ. ഞാൻ എല്ലാ പടവും ഫസ്റ്റ് ഡേ പോയി കാണണം. ഫസ്റ്റ് ഡേ പോയി കാണണം. എല്ലാ പടവും കാണാറുണ്ട്. അത് പുഷ്പ മാത്രമല്ല, ഏത് പടമാണെങ്കിലും. ബാക്കി പിള്ളേർ പക്ഷെ അങ്ങനെ പോയി കാണുന്നത് ശരിയല്ല. യുവാക്കളുടെ നിലവാരം മോശമായി പോകും അല്ലേ? റൈറ്റ്? അല്ല, നമ്മൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ മൂവീസ് മതി. ഇതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രൗഡ് വരുന്നത് ഇങ്ങനത്തെ മൂവീസിലാണ്. മറ്റേ മൂവീസിന് ഇത്രയും ക്രൗഡ് വരുന്നില്ല. പണ്ട് കേരളത്തിലെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. ജയിലറോ ഇങ്ങനത്തെ മൂവീസോ നല്ല ശരിക്കുള്ള മൂവീസാണ്. അല്ല, സന്തോഷിന് രാവിലെ ആദ്യത്തെ ദിവസം തന്നെ പടം കാണാൻ പോകാമെങ്കിൽ മറ്റു യുവാക്കൾക്കും തോന്നില്ലേ പടം കാണാൻ പോകണമെന്ന്? അവർക്കും തോന്നില്ലേ? അല്ല, സന്തോഷ് രാവിലെ ആദ്യത്തെ ദിവസം പടം കാണാൻ പോവുകയും അവര് വീട്ടിലിരുന്ന് അരവിന്ദന്റെ KG ജോർജിന്റെ സിനിമ ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ. നരസിംഹൻ സിനിമ ശേഷം മോഹൻലാൽ എന്ത് പറ്റി? നരസിംഹൻ സിനിമ ശേഷം മോഹൻലാലിന്റെ പടങ്ങൾ മുഴുവൻ അമാനുഷ കഥാപാത്രങ്ങളായി മാറി. അങ്ങനെ അത് മാത്രമായി മാറുന്നത് പറഞ്ഞു. എല്ലാ ജോണറിലും മൂവീസും ആൾക്കാരെ എൻകറേജ് ചെയ്യണം. ഓക്കെ, റൈറ്റ്, ശരി. ഷാനുവിൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോഴത്തെ പുതിയ തലമുറയാണ്, ടേസ്റ്റ് വേറെയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ പുഷ്പ 1 താരതമ്യപ്പെടുത്തുന്നത് അല്ലേ ഷാനു? പുഷ്പ 1 താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്രയും കളക്ഷൻ നേടിയ പുഷ്പ 1 പ്രതീക്ഷ പുലർത്തിയോ പുഷ്പ 2 എന്നുള്ളതാണ് വിഷയം. നേരത്തെ പറഞ്ഞ പോലെ അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, ഫൈറ്റ്, ഡാൻസ്, ഇതൊക്കെ അല്ലു ഒറ്റയ്ക്ക് ആ പെർഫോമൻസ് മെച്ചമാക്കി പടം നിരാശപ്പെടുത്തിയെങ്കിലും എന്നുള്ളൊരു റിവ്യൂ ഒക്കെ പല ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഷാനുവിന് അങ്ങനെ തോന്നിയോ? അല്ലു ഫാൻ കൂടി ആയതുകൊണ്ടോ? അല്ലു അർജുൻ്റെ പെർഫോമൻസൊക്കെ
വളരെ നന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ സെക്കൻഡ് ഹാഫ് കൊണ്ടൊക്കെ കുറച്ച് മോശമായിട്ടുള്ള രീതിയാണ്. അതിലുള്ള മെയിനായിട്ട് ഈ തെലുങ്ക് സിനിമ ഈ മലയാളത്തിൽ ഡബ് ചെയ്തതിൻ്റെ ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ഡബ്ബിങ് ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ടില്ല. അത് ആ ഡബ്ബിങ് ചെയ്യുന്നതിൽ അവർ പറയുന്നത് കറക്റ്റായിട്ട് അവർ എന്താ പറയുക, അതിൻ്റെ ഒരു മോഡുലേഷൻ കറക്റ്റ് അല്ല അവർ സംസാരിക്കുന്നത്. മെയിനായിട്ട് അതാണ് ഈ പടത്തിന് പറ്റിയ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. പിന്നെ BGM മറ്റേ പുഷ്പ ഫസ്റ്റ് പോലെ അത്ര ഭയങ്കരമായിട്ടൊന്നുള്ളൊരു സംഭവമൊന്നുമില്ല. എന്നാലും പാട്ട് നല്ല ഗംഭീരമായിരുന്നു. 2 പാട്ട് അല്ലു അർജുൻ്റെ ഒരു ഡാൻസ് കാണാനാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ അല്ലു അർജുൻ്റെ റൊമാൻസ് എന്ന് പറയുന്നത് ഹലോ പോലെയും ആര്യ പോലെയും അതൊക്കെ നല്ല അടിപൊളി ചിത്രമായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ സന്തോഷ് വർക്കി പറഞ്ഞതുപോലെ ശരി തന്നെയാണ്. പക്ഷേ അല്ലു അർജുനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയൊന്നുമില്ല. ഇനി ഈ പുഷ്പ ആര്യ ഹലോ ഒക്കെ സിനിമയിലാണ് അടിപൊളിയായിട്ട് പടം ഇറങ്ങി അല്ലു അർജുൻ അറിയപ്പെട്ടത്. അതായത് മലയാളികളുടെ ഹരമായി തുടങ്ങിയത് ആര്യ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ്. ഈ പടം അത് തന്നെയാണ്. ഈ പടം ഈ പുഷ്പ 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 എന്ന് പറഞ്ഞപ്പോൾ എത്ര നാളുകൊണ്ട് എല്ലാവരും കാത്തിരുന്നതാണ്. ഒരു മലയാളം സിനിമയാണെങ്കിൽ ആരെങ്കിലും കാത്തിരിക്കുമോ? ഫഹദ് ഫാസിലിനെ എന്തുകൊണ്ടാണ് തെലുങ്കിലും തമിഴിലും കൊണ്ടുപോകുന്നത്? അയാൾ അത്രയ്ക്കും നല്ല രീതിയിൽ അഭിനയിക്കാൻ പറഞ്ഞ് ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അയാൾക്ക് കൊടുത്ത ഡയറക്ടർ എന്താണോ കൊടുത്തത് അത് ആ ഒരു സംഭവം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് എന്താണോ കൊടുക്കുന്നത് പുള്ളി അതേപോലെ ചെയ്യുള്ളൂ, ഡയറക്ടർ പറയും പോലെ ചെയ്യുള്ളൂ. അതുകൊണ്ട് മോശമായി പോയിട്ടുണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. കാര്യം അത് കണക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറയുന്ന ആൾക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഫഹദ് ചെയ്യുന്ന ഫഹദിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയും പോലെ, നമ്മൾ മോഹൻലാൽ പറയും പോലെ ഫഹദും അങ്ങനെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഈ പുഷ്പ 3 ഇറങ്ങുമ്പോഴത്തേക്കും ആരും കാണാൻ വരില്ലെന്നാണ് പറയുന്നത്. ടിക്കറ്റിന് ഭയങ്കര അടിയുമായിരിക്കും, ഭയങ്കര ബഹളവുമായിരിക്കും, നല്ല ഹൈപ്പും ആയിരിക്കും. ഈ വീണ്ടും വരും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ പടവും കയറി ബമ്പർ അടിക്കണമെന്നില്ല. ഓക്കെ, റൈറ്റ്. പടം നിരാശപ്പെടുത്തിയാലും അല്ലു നിരാശപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ തിരികെ വരാം. അശ്വന്തും ആദർശും തുടരണം. ദയവായി വളരെ പെട്ടെന്ന് തിരികെ എത്തും. ചെറിയ ഇടവേള അത്യാവശ്യമായിട്ട്. പുഷ്പയിൽ ആദർശ് ഈ എല്ലാ പാളിച്ചകളും പറയുമ്പോഴും ഭയങ്കര കൈയടക്കത്തോടുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി അത് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നേരത്തെ തന്നെ വന്നതാണ്. ഇന്ന് ഈ അർദ്ധനാരി ലുക്കിലുള്ള ഈ ഷാരു ഇരിക്കുന്നത് പോലത്തെ ലുക്കിലുള്ള അല്ലു അർജുൻ്റെ ഫൈറ്റ് വളരെ ഭംഗിയായിട്ട് പോയിരുന്നു. ഈ ഒരു സ്ലോ മോഷൻ മോഡൊക്കെ യോജിപ്പിച്ചത് ഇത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ആവശ്യത്തിന് കുറേ ഓവറായി എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, പടം നിരാശപ്പെടുത്തിയാലും അല്ലു അർജുൻ എന്ന നടൻ അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? മല്ലു അർജുൻ എന്നുള്ള ആ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ മാത്രം നിരാശപ്പെടുത്തുന്നുണ്ടോ സിനിമ? ഇല്ല, അല്ലു അർജുൻ ഇനി എത്ര സിനിമ ഫ്ലോപ്പായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റാർഡും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്കിൽ സെറ്റും ഉണ്ട്. അതൊന്നും ഒരിക്കലും പോകുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സീനിൽ ചിലപ്പോൾ നമുക്ക് അല്ലു അർജുനോട് ഭയങ്കര രസമായി ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നും. തൊട്ടടുത്ത സീനിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫീൽ ചെയ്യും. അതാണ് ആ സിനിമയുടെ പ്രശ്നം. അങ്ങനെ അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി വേണം, അതിനൊരു ഫ്ലോ വേണം. ആ ഫ്ലോയും കൺസിസ്റ്റൻസിയും സിനിമയിൽ മിസ്സാവുന്നു. ഫഹദ് ഫാസിലിൻ്റെ കേസിലെടുത്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചില സീൻസിൽ അദ്ദേഹം നല്ല രസകരമായി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നി വരുന്ന സമയത്തായിരിക്കും അത് പെട്ടെന്ന് മാറിയിട്ട് അയ്യോ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് തോന്നുന്നൊരു സാധനം വരിക. അത് ആ നടന്മാരുടെ പ്രശ്നത്തെക്കാൾ ഉപരി ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതിയിലെ പ്രശ്നമാണ്. അങ്ങനെ അല്ലല്ലോ ഒരു സിനിമ എടുക്കുന്ന സമയങ്ങളിൽ അതിനൊരു കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഓഡിയൻസ് പുഷ്പ 1-ൽ നിന്നും മാറിയിട്ടുണ്ട്. ഇപ്പം പുഷ്പ 1-ൻ്റെ റിലീസിന് ശേഷം ഒരു ഹിന്ദി സ്പീക്കിംഗ് ഓഡിയൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിൻ്റെ ഇടയിൽ അല്ലു അർജുനും ആ സിനിമയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഫാൻസിനെ ലഭിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇത്തവണ ബീഹാർ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്സിൽ അല്ലു അർജുൻ നേരിട്ട് പോയി ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നു. അത്തരത്തിൽ ഭോജ്പൂരി സിനിമ ഇൻഡസ്ട്രി പ്രധാനമായി നിൽക്കുന്ന ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് ഒക്കെ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സിനിമയ്ക്ക് വലിയൊരു പോപ്പുലാരിറ്റി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പം മലയാളത്തിൽ പോലും പല പരാജയപ്പെട്ട സിനിമകളും യൂട്യൂബിൽ ഹിന്ദി ഡബ്ഡ് വേർഷൻ പോകുമ്പോഴത്തേക്ക് ഈ മേഖലകളിൽ ബീഹാറൊക്കെ പോലുള്ള മേഖലകളിൽ അവരത് വലിയ രീതിയിൽ ആസ്വദിക്കാറുണ്ട്. അത് പ്രധാനമായി അതിൻ്റെ പ്രശ്നം
ഇത്തരത്തിൽ ഭോജ്പൂരി ഇൻഡസ്ട്രിയൊക്കെ പോലത്തെ ഇൻഡസ്ട്രീസ് അവിടുത്തെ സിനിമാ നിലവാരം പലപ്പോഴും മറ്റും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രീസിലെ മറ്റ് ഇൻഡസ്ട്രീസുമായിട്ട് നോക്കുമ്പോൾ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു മാസ് മസാല എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസോ ഒക്കെ ഉള്ളൊരു സിനിമ വരുമ്പോഴത്തേക്ക് അവരത് ഭയങ്കരമായി ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരുപക്ഷെ പുഷ്പ 2 വർക്കായേക്കാം. അവർ അവിടെയും ആ സിനിമ സെലിബ്രേറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ പുഷ്പ 2 കങ്കുവ പോലെ ഒരു ഭയങ്കര ഫ്ലോപ്പ് ആവണമെന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്ലോപ്പ് ആവണമെന്നോ ഇല്ല. അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ചിലപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്തേക്കാം. അതായത് മലയാളി പ്രേക്ഷകരെ ഏതാണ്ട് ചതിച്ചു. അതായത് മലയാളം പാട്ടിട്ടെങ്കിലും പടത്തിന്റെ ആ കെട്ടും മട്ടും ഉള്ളടക്കമൊക്കെ ഏകദേശം നോർത്ത് ഇന്ത്യൻ ആരാധകർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ? ഇത് ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ്. അവരുടെ നേരത്തെ ആറാട്ടം സൂചിപ്പിച്ച പോലെ അവർക്ക് മാക്സിമം അവർ ശ്രമിക്കുന്നത് അതിൻ്റെ കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ ഏതൊക്കെ രീതിയിൽ പ്രൊമോഷൻ വർക്ക് ചെയ്യാവോ അത് ചെയ്യുന്നു. ഇപ്പം മലയാളത്തിലെ ഓഡിയൻസിനോട് അല്ലു അർജുനോട് മലയാളി ഓഡിയൻസിനൊരു പ്രത്യേക സ്നേഹമുണ്ട്. പണ്ട് ചൈൽഡ്ഹുഡ് ഹീറോ ആണ് പലരുടെയും അല്ലു അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അവർ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതേസമയം ഈ സിനിമയുടെ കൊമേഴ്ഷ്യൽ വാല്യൂസ് ആയിട്ടുള്ള ഐറ്റം ഡാൻസും ഫൈറ്റ്സും ഒക്കെ ആയിരിക്കും അവർ ഭോജ്പൂരി സ്പീക്കിംഗ് പോപ്പുലേഷൻ്റെ ഇടയിൽ വരുന്നത്. അത് ആ സിനിമയുടെ അവർ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള രീതിയിൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിനേക്കാൾ ഉപരി സിനിമ എന്നുള്ള രീതിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോണ്ടന്റ് ആണല്ലോ പ്രധാനം. ആ കോണ്ടന്റിൽ സിനിമ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു കഥയില്ല സിനിമയിൽ കഥയില്ല. പുഷ്പ 1 നിന്ന് വ്യത്യാസമായിട്ട് ഒന്നും പറയുന്നില്ല പുഷ്പ 2 അല്ലേ? പ്രത്യേകിച്ച് പ്ലോട്ടോ പുതിയ ക്യാരക്ടേഴ്സോ ഒന്നുമില്ല. ഇല്ല, ഇത് അതിൻ്റെ എൻഡ് ചെയ്യുന്ന രീതിയാണെങ്കിലും ലോകേഷ് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെക്കുന്നു വിക്രത്തിൽ എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളത്. അത് പിന്നീട് മലയാളത്തിൽ വന്ന ടർബോ ഉൾപ്പെടെയുള്ള സിനിമകളിൽ അല്ലെങ്കിൽ ഈ അടുത്തിറങ്ങിയ ഹാപ്പി മമ്മി ഉൾപ്പെടെയുള്ള സിനിമകളിൽ എല്ലാം ഹലോ മമ്മി ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്കൊരു സിനിമ പ്രോപ്പറായി എൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത പാർട്ട് ഇട്ട് കൊടുത്തിട്ട് ആ സിനിമ എൻഡ് ചെയ്യുക, പറ്റുമെങ്കിൽ ക്ലൈമാക്സിൽ ഒത്തിരി സ്റ്റാർ വാല്യൂ ഉള്ള മറ്റൊരാളെ കൂടി കാണിക്കുക. അതോടുകൂടി ഇപ്പോൾ കങ്കുവയുടെയും സെയിം പാറ്റേൺ ആ സിനിമ എൻഡ് ചെയ്യുന്നത്. ഇതൊരു സ്ഥിരം ക്ലീഷേ പാറ്റേൺ ആയി ഒരു കാലത്ത് മലയാള സിനിമയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ജോസ് പ്രകാശിൻ്റെ ഒക്കെ ടീമിൻ്റെ ഒരു എല്ലായ്പ്പോഴും ഒരു ഗുണ്ടാ സംഘവും ഒരു താവളമൊക്കെ ഉണ്ടാവും. ആ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 80s പെട്ടിക്കുട്ടി മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് അതൊരു കൊമേഴ്ഷ്യൽ മാതൃകയാക്കി കൊണ്ടുപോകാം എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് പ്രശ്നം. ഇപ്പം സിനിമയ്ക്ക് പല ധർമ്മങ്ങളുണ്ട്. അതിലൊന്ന് ഒരു ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ജീവിതങ്ങളുമായി നമ്മളെ കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ കുറേ കാലത്തേക്ക് എല്ലാം കുറച്ച് നിമിഷത്തെങ്കിലും എല്ലാം മറന്നുകൊണ്ട് എൻ്റർടൈൻ ചെയ്യുക, നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ഹീറോ ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളൊരു ധർമ്മമാണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സിനിമയുടെ ഇത് ഒരു ഭാഗത്ത് ഈ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ഹീറോ ചെയ്യുന്നത് കണ്ട് നമുക്ക് ആസ്വദിക്കാമെന്ന് കരുതുമ്പോഴത്തേക്കും പലയിടത്തും ഇതൊരു സ്പൂഫായി മാറുന്നുണ്ട്. അത് സ്പൂഫായി മാറുക അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഇൻറ്റൻസിറ്റിയിൽ അതിൻ്റെ മാസ് കിട്ടാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ സിനിമയിലാണെങ്കിലും ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ വരുന്ന സ്ഥിരം ടിപ്പിക്കൽ ഹീറോ, ഇപ്പോൾ ഇയാൾ ഒരു സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിനെ തള്ളി താഴെയിടാൻ കെൽപ്പുള്ള ഹീറോ ആണെങ്കിലും അറ്റ് ദ എൻഡ് വരുമ്പോൾ സ്ത്രീകളെ സംരക്ഷിച്ചാലേ ഇയാൾ ഹീറോ ആവുള്ളൂ എന്നുള്ള സ്ഥിരം ടിപ്പിക്കൽ സാധനങ്ങളൊക്കെയാണ്. അതായത് അവിടെയും പ്രശ്നം സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ പ്രശ്നം ഇത്രയും ബലവാനായ തൻ്റെ ഹീറോയുടെ ബന്ധു വരുന്നിട്ട് കൂടി അവൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഈഗോ ആണ് അവിടെ ഹർട്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഒരുവിധപ്പെട്ട കൊമേഴ്ഷ്യൽ സിനിമകളുടെ എല്ലാം പാറ്റേൺ പോകുന്നത്. പുഷ്പ 2 അതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ സിനിമയിൽ ഒരു പ്രത്യേക മെസ്സേജോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. പക്ഷേ കൊമേഴ്ഷ്യൽ വാല്യൂലെങ്കിലും അതൊരു നീതി പുലർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിലറോ ഒക്കെ പോയതുപോലെ ഒരു ഹിറ്റായി മാറായിരുന്നു. അതിനുള്ളൊരു ആസ്പെക്റ്റ് അവർ നശിപ്പിച്ചു എന്നുള്ളതാണ്. യെസ്. ഇപ്പോൾ ഓക്കെ ഷാനു, ഈ നേരത്തെ പറഞ്ഞ പോലെ അർദ്ധനാരി ലുക്കിലുള്ള ഇതൊക്കെ, അതായത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ പോലും നിരാശപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ഈ അർദ്ധനാരി ലുക്കിലുള്ള ആ അല്ലു അർജുൻ്റെ ഫൈറ്റ്, ഇപ്പോൾ ഈ കണ്ട ഈ രൂപം, ഷാനുവിൻ്റെ ആ രൂപം ട്രെയിലറിലൊക്കെ ഹിറ്റായ ആ രൂപം, അത് അതിൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കും. ഈ പറഞ്ഞ പോലെ പടം ഓടുമ്പോഴും അതിൻ്റെ പ്രധാന ഹൈലൈറ്റുകളൊന്ന് ആ ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെ ആയിരിക്കും. പടം കണ്ടിട്ട് വരുമ്പോൾ ഏതായാലും ഇത്രയും കടുത്ത ആരാധകനാണ്, ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർക്കുന്നുണ്ടോ പറയാൻ ഷാനു? പറയാമല്ലോ. പിന്നെ അല്ലു അർജുൻ ഫാനാകുമ്പോൾ ഒരു ഡയലോഗ് പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്താ അല്ലു അർജുൻ ഫാനാണ്, പറഞ്ഞളയാം. പുഷ്പ ഫ്ലവർ അല്ലടാ, ഫയറാണടാ. പുഷ്പ ഒരിക്കലും താഴത്തുമില്ലടാ. പുഷ്പനാർക്കും തൊടാനും പറ്റില്ലടാ. പുഷ്പ ഫ്ലവർ, പുഷ്പടാ, പുഷ്പടാ. യെസ്. ഓക്കെ. യെസ് ഷാനു. അശ്വന്ത് കോക്ക്, ഈ അല്ലു മാസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ അതിനകത്തുണ്ടാവും. ഈ നേരത്തെ ആദർശ് പറഞ്ഞ പോലെ ഞാൻ പടം കണ്ടിട്ടില്ല, അപ്പോഴും ഈ 3ലേക്കുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ഇനി അത് 3ൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാലൊക്കെ മതിയല്ലോ. അങ്ങനത്തെ ചില വിഷയങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിലും VFX രംഗങ്ങളൊക്കെ കുറച്ചും കൂടെ ഈ കഴിഞ്ഞ തവണ ഇറങ്ങിയ പല സിനിമകളിലെയും സഹിക്കാൻ പറ്റാത്ത VFX ആയിട്ടൊക്കെ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ഭേദമാണ്.
അങ്ങനെയുള്ള ചില റിവ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ ചില പോസിറ്റീവ് ഹൈലൈറ്റുകളും ഉണ്ടോ സിനിമയ്ക്ക്? അല്ല, VFX ഒന്നും വലിയ ഭേദമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ ഒരു തെലുങ്ക് സിനിമ എന്ന നിലയ്ക്ക് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഓഡിയൻസിനെ സംതൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ടാർഗറ്റ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ സിനിമ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് എനിക്ക് പേഴ്സണലി ഇത് അത്ര ജോൺറയോട് നീതി പുലർത്താത്ത ഒരു കൊലബദ്ധം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും അല്ലു അർജുൻ്റെ പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലുള്ള വളരെ എൻഗേജിങ് ആയിരുന്നു സിനിമ. പിന്നെ ഈ പറഞ്ഞ നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുള്ള ഈ ഓവർ ഡ്രാമ, ഒരു സീരിയൽ ലെവൽ ഡ്രാമ വന്നതുകൊണ്ട് അതായത് ഗ്രാഫിനുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. അതായത് ഒരു സിനിമയുടെ ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് കാര്യമില്ല. ആ ഗ്രാഫിന് ഒരു പ്രോഗ്രഷൻ ഉണ്ട്. അത് ക്ലൈമാക്സിലേക്ക് പീക്കിലെത്തി ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ അടുത്ത ആളോട് കാണാൻ പറയാനും അല്ലെങ്കിൽ ഒരാൾക്ക് സ്വയം സംതൃപ്തി തോന്നുള്ളൂ. ആ ഒരു ഫാക്ടർ ഇതിൽ നഷ്ടപ്പെട്ടു പോയി. അത് സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമാണ്, ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ അല്ല. അത് സുകുമാർ എഴുതി വെച്ച സ്ക്രിപ്റ്റ്, അദ്ദേഹം അത് ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിലുണ്ടായിട്ടുള്ള ആ ഒരു പാകപ്പിഴയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ അശ്വന്ത്, ഇതിനകത്ത് ഈ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് പുഷ്പ 1 വന്നത്. അതിൽ പകരം കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരു പുഷ്പയിലേക്ക് മാറുന്നു. അതായത് ഈ ആദ്യ ഭാഗത്തിൽ ഒരു കംപ്ലീറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കണ്ടത്. അങ്ങനത്തെ ഒരു ഗ്രേ ഷെയ്ഡല്ല ഇത്തവണ കാണുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സാധനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് ആ ഒരു ഹീറോയിസം കുറഞ്ഞു എന്നുള്ളൊരു തോന്നൽ വരുന്നത് കൊണ്ടുള്ളൊരു നിരാശ അങ്ങനെയായിരിക്കുമോ? അല്ലല്ല, അങ്ങനെയല്ല. നെഗറ്റീവ് കുറയോ ഗ്രേ ഷെയ്ഡ് കുറയോ ചെയ്തിട്ടല്ല. പുഷ്പ തന്നെയാണ്. പുഷ്പയുടെ ആ ഒരു സ്വത്വത്തിന് മാറ്റം സംഭവിച്ചിട്ടൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇത് ഡയറക്ടർ എവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്, ഏത് ഇമോഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർ തീരുമാനിച്ചെന്നുള്ളതാണ്. ഡയറക്ടർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് പുഷ്പയുടെ ഒരു ലൈറ്റർ സൈഡാണ്. അതായത് പുഷ്പ ഫാമിലിയായിട്ട് എത്രമാത്രം അറ്റാച്ച്ഡ് ആണ്. പുഷ്പയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. അതായത് പുഷ്പയ്ക്ക് ഒരു അഡ്രസ്സ് ഇല്ല. അപ്പം പുഷ്പയുടെ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ അതൊക്കെ കാണിച്ചുകൊണ്ട് അതിനെ എങ്ങനെ പുഷ്പ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാകുന്ന സമയത്ത് ആ ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോയി ഒരു ലാസ്റ്റ് ഒരു എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ സ്ഫോടനമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബേസ്റ്റ് ഔട്ട് ഉണ്ടായി കഴിയും. അതുവഴി ഒരു കാണുന്ന ആൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അത് ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇമോഷണൽ ഒരു ബേസ്റ്റ് ഔട്ട് ഉണ്ടാവുന്ന സമയത്ത് അതിനൊട്ടും ചേരാത്ത BGM ആണ് വന്ന് നിൽക്കുന്നത്, കാണുന്ന ആൾക്കാരെ കളിയാക്കുന്ന രീതിയിൽ. അങ്ങനെയുള്ള ചില കമന്റ് ഒക്കെ കേട്ടിരുന്നു. അങ്ങനെ തോന്നിയോ? അല്ല, BGM ഒന്നും എനിക്ക് പ്രശ്നമായി തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞത് മൊത്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതായത് സുകുമാർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഈ പുഷ്പയുടെ ആ ഒരു സൈഡാണ്. അത് ഒരു പക്ഷേ തേർഡിൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അശ്വന്ത് ഒരു വീഡിയോയും കൂടെ വരുന്നത് അത് പ്രേക്ഷകരെ കാണാനിരിക്കുന്നതോടാണ് ഞാൻ അത്ര സ്പൂഫ് ചോദിക്കുന്നത്. എങ്കിലും ഇഷ്ടപ്പെട്ട എലിമെന്റ് എന്താണ് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ജസ്റ്റ് ഒന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ട എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുന്റെ പെർഫോമൻസ്. പിന്നെ ഇതിൽ കുറേ സീൻസ് മാത്രം എടുത്ത് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മെയിൽ ഈഗോ വഴി ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന കുറേ ചാലഞ്ചസ് ഉണ്ട്, അതിനെ അയാൾ നേരിടുന്ന രീതി. പിന്നെ അതുപോലെ ഇതിൽ ഒരു സീലുള്ള സീനുണ്ട്, അതായത് കടലിലുള്ള ഒരു സീന്. പിന്നെ ബിഗിനിങ്ങിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി പോയിട്ട് അവിടെ ഇദ്ദേഹം നടത്തുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ നേരത്തെ ഈ കാളി ആട്ടം, ഈ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ചെയ്യുമ്പോഴുണ്ടാവുന്ന അല്ലു അർജുൻ്റെ ഹൈ എനർജി ലെവൽ, അത് ബോത്ത് ഇൻ ഡാൻസ് കൊറിയോഗ്രാഫി ആൻഡ് ആക്ഷൻ കൊറിയോഗ്രാഫി രണ്ടിലും അദ്ദേഹത്തിൻ്റെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് ഈ ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മെലോ ഡ്രാമ സീരിയൽ ലെവൽ പരിപാടിയായിട്ട് ഇത് ബാലൻസ്ഡ് ആയിട്ട് പോയില്ല. കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത് മറ്റേ ഏരിയയാണ്, ഈ പറഞ്ഞ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ഏരിയയാണ്. അപ്പോൾ അതാണ് എനിക്ക് പേഴ്സണലി ഈ പടം ഓവറോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തരാതെ പോയിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ഞാൻ ആറാട്ടാണിലേക്ക് കൂടെ വരാം. ഒരു ചെറിയ ഇടവേള കൂടി, വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. സ്മാർട്ട് സിറ്റി കരാർ പാലിക്കാത്ത
ഓക്കെ, ആറാട്ടണ്ണൻ, ഇപ്പോൾ അശ്വന്ത് വരെ പറഞ്ഞിടത്ത് വെച്ച് മനസ്സിലാക്കുന്നത് ഈ പുഷ്പ ഒന്നുപോലെയുള്ള ഒരു ഭയങ്കര ഒരു മാസ് ആക്ഷൻ പടമല്ല, കുറച്ചും കൂടെ ഫാമിലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു പടമാണെന്ന്. അതായത് കൂടുതൽ കുടുംബ വാല്യൂകളൊക്കെ ഉള്ള ഒരു പടം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടേണ്ടതായിരുന്നില്ലേ? അല്ല, പറയുകയാണ് ഈ കാലത്ത് ഒരു ഫിലിം കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആണെങ്കിൽ രണ്ട് കാര്യമാണ്. ഒന്ന് ലാഗ് പാടില്ല, പക്ക എൻ്റർടൈനർ ആവണം. സെക്കൻഡ് മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ പുഷ്പ 2 എടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാഗ് വന്നിട്ടുണ്ട്. ഈ കാലത്ത് ഈ പുതിയ യങ്സ്റ്റേഴ്സ് പറഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കണമുണ്ട്, ക്ഷമയില്ല. അതുകൊണ്ട് ലാഗ് വന്ന ഫിലിം ഫ്ലോപ്പാവും. പിന്നെ മാർക്കറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യം മതി ഒരു പടം ഹിറ്റാവാൻ. ഈ പടം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാഗ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗില്ല എന്നാണ്. ഫസ്റ്റ് ഹാഫ് മിക്കവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ടല്ലോ. അശ്വന്ത് അടക്കം ഫസ്റ്റ് ഹാഫ് ഓക്കെ പറഞ്ഞില്ലേ? ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര പിന്നെ 3 hours കൂടുതലുള്ള മൂവീസ് ഇനിയുള്ള കാലത്ത് ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ട് ഇതിലെ ഓക്കെ സന്തോഷ്, പ്രധാനമായിട്ട് ഇതിലെ നായിക രശ്മിക മന്ദാനയുടെ പ്രകടനത്തെയും വിമർശിച്ചുകൊണ്ട് ആൾക്കാർ പറയുന്നു. സന്തോഷിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? രശ്മികയുടെ ഈ പ്രകടനം ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, എല്ലാവരും പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. പടം ടെക്നിക്കലിയും വളരെ നല്ല പടമാണ്. പക്ഷെ കുഴപ്പം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഓവർ സ്ട്രെച്ച് ചെയ്ത് ഒരു സീരിയൽ ആ ഒരു ഫോർമാറ്റിലേക്ക് പോയി. ക്ലൈമാക്സും ശരിയായില്ല. ഫഹദ് ഫാസിലോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് അല്ലു അർജുനെക്കാട്ടും നല്ല ആക്ടർ തോന്നി ഫഹദ് ഫാസിലിന് അഭിനയവും ഉണ്ട്, സ്റ്റാർഡും ഉണ്ട്. അല്ലു അർജുൻ എടുത്ത് കഴിഞ്ഞാൽ സ്റ്റാർഡും മാത്രമേ ഉള്ളൂ, അഭിനയം ഇല്ല. പുഷ്പ ഒന്നിലും അല്ലു അർജുൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിജയ് ഈസ് ഓൺലി സ്റ്റാർ, ഹി ഈസ് നോട്ട് ആക്ടർ. ഈ അന്യഭാഷ പുഷ്പ 1 നല്ല മൂവിയാണ്, പക്ഷെ മാസ് മസാല ജോണറിൽ. പക്ഷെ പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ മൂവീസ് അല്ല ആവശ്യമില്ല. കുറച്ച് നല്ല എസ്തെറ്റിക് സെൻസ് ഉള്ള കലാപരമായ മൂവീസാണ് വേണ്ടത്. സന്തോഷ്, ഇത് അന്യഭാഷാ ചിത്രങ്ങൾ ഓക്കെ സന്തോഷ്, അന്യഭാഷാ ചിത്രങ്ങൾ ഒരു പക്ഷേ ഈ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ മലയാളത്തിൽ ഇങ്ങനെ ആരാധകരെയൊക്കെ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടത്. അന്യഭാഷാ ചിത്രങ്ങൾ പണ്ടും തെലുങ്ക് സിനിമകൾക്കൊക്കെ പണ്ടും ഈ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ മലയാളികൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈയിടെ ഇറങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിൽ കേരളത്തിൽ ഓടുന്നില്ലേ ഈ പടങ്ങളൊന്നും? ഇതൊക്കെ ഓടുന്നില്ലേ? ഇത് ഓടുന്നുള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ വീണ്ടും വീണ്ടും ഇവിടെ വരികയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അല്ല, അതിലൊരു കാര്യം പറയാനുള്ളത്, ഇത് ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ മൂവീസ് കേരളത്തിൽ അടുത്ത കാലത്ത് വെച്ചാൽ കുറച്ചധികം കാലമായി. വിജയ് പടങ്ങൾ പണ്ടൊരു കാലത്ത് ഭയങ്കരമായും മലയാള സിനിമയിൽ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മുൻനിര താരങ്ങൾ തന്നെ അതിന് തിയേറ്റർ കൊടുക്കുന്ന കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കേണ്ട മലയാള സിനിമ ആഫ്റ്റർ കോവിഡ് പീരീഡ് ഭയങ്കരമായി പുരോഗമിച്ച് വന്നിട്ടുണ്ട്. അത് ഒരു ഇന്റർനാഷണൽ സിനിമയായിട്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സീരീസുകളുമായിട്ടോ എക്സ്പോഷർ കിട്ടിയൊരു ഓഡിയൻസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പ്രമേയുഗം പോലൊരു സിനിമ അതിന് ഇന്ത്യയിലെ മറ്റൊരു ഇൻഡസ്ട്രിയിലും അതിന് 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സാധ്യമാവുന്ന കേരളത്തിലെ ഓഡിയൻസ് അത്രയും അത് വാച്ച് ചെയ്യുന്നുണ്ട്. അത് ഫുള്ളി കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇവിടെ ഇപ്പം റോഷാക്ക് പോലൊരു സിനിമ അത് മലയാളത്തിലെ ആ രീതിയിൽ വർക്ക് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കാതൽ പോലത്തെ സിനിമകളാണെങ്കിൽ, ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ബേസിൽ അഭിനയിച്ചിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള സിനിമകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പല പടങ്ങളിലും കോണ്ടന്റ് നോക്കിയിട്ട് മലയാളികൾ എൻജോയ് ചെയ്ത് കാണും. അല്ല, അപ്പോൾ ഈ അന്യഭാഷാ ചിത്രങ്ങൾ, ഈ മാസ് അന്യഭാഷാ ചിത്രങ്ങളുടെ ഒരു താല്പര്യം മലയാളിക്ക് കുറഞ്ഞു ഈ കാലഘട്ടത്തിൽ, അങ്ങനെ ഉണ്ടോ? സ്പേസ് ഫോർ എവറിത്തിങ്. ഇവിടെ എല്ലാ തരം ഓഡിയൻസും ഉണ്ട്, എല്ലാ സിനിമകളും എൻജോയ് ചെയ്യും. അത് കൊള്ളാവുന്നതായിരിക്കണം. ഇപ്പം മാസ് ആണെന്ന് കരുതി വെറുതെ മാസ് സിനിമ എന്നുള്ള ടാഗ് ലൈൻ കൊണ്ട് ആ സിനിമ വർക്കാവില്ല. അത് മാസ് ആണെന്ന് ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പം KGF ആ ഇമ്പാക്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിനെ നമ്മൾ പൊളിറ്റിക്കലി ക്രിറ്റിസൈസ് ചെയ്യാനാണെങ്കിലൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ അതിനൊരു മാസ് സിനിമ എന്നുള്ള അപ്പീൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ജയിലറിന് അങ്ങനെ ഒരു അപ്പീൽ കൊടുക്കാൻ കഴിഞ്ഞ സിനിമയാണ്. ഇപ്പോൾ ബാഹുബലി ആണെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ത്യൻ സിനിമ എലിവേറ്റ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ പാൻ ഇന്ത്യൻ ആയി അത്തരത്തിൽ ഒരു 500 കോടി ക്ലബിൽ കയറാൻ കഴിയുന്ന ഒരു സിനിമ വരുമെന്ന് നമുക്ക് ഉടനെ നമ്മൾ ആലോചിക്കുന്നില്ല പെട്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. ആ ചെറിയ ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്നുകൊണ്ട് കോണ്ടന്റ് ഡ്രിവൺ ആയിട്ട് പോകുമ്പോൾ ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സംവിധാനങ്ങൾ
സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഓഡിയൻസിനെ നമുക്ക് കിട്ടുന്നു. മലയാള സിനിമയ്ക്ക് ആ രീതിയിലൊരു ഓഡിയൻസ് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. ഇപ്പോൾ ഒരു ടോപ്പ് 10 ഇന്ത്യൻ സിനിമയുടെ ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തെ എടുത്തു നോക്കിയാൽ അതിലൊരു ടോപ്പ് 5 എന്തായാലും മലയാള സിനിമകൾ എന്തായാലും തീർച്ചയായും ഉണ്ടാകും. അത്തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ വീക്ക്നെസ്സസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് അത് സംഭവിക്കുന്നത്. അത്തരത്തിൽ മലയാള സിനിമ ബാക്കിലേക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം മലയാള സിനിമയുടെ തീർച്ചയായും ഒരു സുവർണ്ണ കാലഘട്ടമാണ്. ഇതിനകത്ത് മാസ് സിനിമകൾ വന്നാലും വിജയിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ഒരു മോശക്കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ ഷാനു, ഇനിയിപ്പോൾ ഉറ്റുനോക്കാനുള്ളത് മൂന്നാം ഭാഗം. അത് ഇന്റർനാഷണൽ ആയിരിക്കും, കാരണം ജപ്പാനിലുള്ള ഫൈറ്റ് സീൻ അത് എവിടെയും എത്താതെ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ മൂന്നാം ഭാഗമാണെങ്കിൽ ഇത് ജപ്പാനിലെ ആ ഫൈറ്റ് സീനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് വിചാരിക്കാം. അതായത് പുഷ്പ 3 ദ റാംപേജ് അല്ലേ, അതിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടോ? ഈ 2 നിരാശ 3 മാറ്റാം. അത് മൂന്നാമത്തെ നമുക്ക് ഇത് ഒരുപാട് ഹൈപ്പ് കൊടുക്കാതെ അതിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഹൈപ്പ് ഏത് സിനിമ ഒരുപാട് ഹൈപ്പ് കൊടുക്കാൻ പാടില്ല. കാര്യം നമ്മുടെ ഈ മലയാളത്തിൽ ഇപ്പം മിക്ക സിനിമകളും വിജയിക്കുന്ന അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം പുതിയ പയ്യന്മാരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവർക്കറിയാം ഇപ്പോഴെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതി, മലയാള സിനിമ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം അവർക്കറിയാം. അതുപോലെ തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ ഈ ഭ്രമയുഗം എന്നുള്ള സിനിമ ഈ 50 കോടി അടിക്കാൻ കാര്യമാണ്. മലയാളത്തിലെ മഹാനടൻ അഭിനയിച്ചത് കൊണ്ടാണ്. വേറെ ഏതെങ്കിലും നടന്മാർ അഭിനയിച്ചത് 50 കോടി പോകില്ലല്ലോ, ഒരിക്കലുമില്ല, ആരും കാണാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ മമ്മൂട്ടിക്ക് അറിയാം സിനിമയിൽ എങ്ങനെ അതിനെ നമുക്ക് ഹിറ്റ് അടിച്ച് കൊണ്ടുപോകുന്നുള്ള കേസ് മമ്മൂട്ടിക്ക്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരുപാട് ഡയറക്ടർമാർ, പുതിയ ഡയറക്ടർമാർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല സ്ക്രിപ്റ്റിങ്ങുമാണ്. പിന്നെ ഏറ്റവും ഏത് ഭാഷയിലെ സിനിമ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അതിൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതാണ് നമ്മളെ മലയാളികൾക്ക് മാത്രമേ അത് കഴിയൂ, വേറെ ആർക്കും അത് കഴിയില്ല. പിന്നെ ഇനി നമ്മുടെ വല്യ അർജുൻ പോയിട്ടൊന്നുമില്ല, നമ്മൾ പ്രേമ നായകനാണ്, പിന്നെ നല്ല ഫൈറ്ററാണ്, നല്ല ഡാൻസറാണ്. പുഷ്പ 3 വൻ തിരിച്ചുവരവോടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി കട്ട വെയിറ്റിങ്ങിൽ കാത്തിരിക്കുകയാണ്. അതെ, അങ്ങനെയാണ്, കട്ട വെയിറ്റിംഗിൽ. അപ്പോഴും നമ്മളിവിടെ ഒരു ഡിഗ്രേഡിംഗ് ചർച്ച നടത്തുകയാണോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ പുഷ്പ 3 വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റു നോക്കുന്നത്. അശ്വന്ത്, ഈ മലയാളിക്ക് ഒരുപാട് ഹൈപ്പിൽ കൊട്ടിഘോഷിച്ചൊക്കെ വന്നാൽ കീറി മുറിച്ചിടും മലയാളി. അതാണോ ശരിക്കും പുഷ്പ 2-ന്റെ പ്രശ്നം? അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേയൊക്കെ ക്ഷമിച്ചങ്ങ് വിട്ടേനെ. അങ്ങനെയാണോ ഷാനു പറയുന്നതിന് എടുക്കണം? അശ്വന്ത് അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, ഹൈപ്പ് ഉണ്ടാക്കുകയില്ല. ഹൈപ്പ് നോർമലി നാച്ചുറലി ഉണ്ടാവുന്നൊരു സംഭവം ഹൈപ്പ്. അല്ലാതെ ഹൈപ്പ് അങ്ങനെ കയറ്റാനൊന്നും പറ്റൂല. ഹൈപ്പ് ഉണ്ടാവുന്നത് ആ ഒരു പടത്തിന്റെ സ്കെയിലിനനുസരിച്ചിരിക്കും. അതിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറിന്റെ സ്കെയില്, അത് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടറുടെ സ്കെയിൽ, അതുപോലെ ആ പടത്തിന്റെ മൊത്തം ബജറ്റ്, ഇതൊക്കെ വെച്ചിട്ട് ഹൈപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈപ്പ് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പടം കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടു കഴിഞ്ഞ് ഭൂരിപക്ഷം ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഹൈപ്പ് മീറ്റ് ചെയ്യും, കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. ഭയങ്കര പ്രതീക്ഷയായിട്ട് വന്ന കങ്കുവ, ഗോട്ട്, ഇപ്പോഴിതാ പുഷ്പ. ഈ 3 എണ്ണത്തിൽ പുഷ്പയ്ക്ക് എത്രാം സ്ഥാനം കൊടുക്കും അശ്വന്ത്? പുഷ്പ, ഗോട്ട്, കങ്കുവ. ഓക്കെ, റൈറ്റ്, ശരി. ഓക്കെ, അപ്പോഴും പുഷ്പ തന്നെ മുകളിൽ നിൽക്കുന്നു. പിന്നല്ല, തീർച്ചയായും ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് പുള്ളിയും പറഞ്ഞത്. പുള്ളി കറക്റ്റ് കാര്യമാണ് പറയുന്നത്. പുള്ളി പറയുന്നതിൽ തെറ്റായിട്ട് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. മറ്റുള്ള നടന്മാരെ പുള്ളി കളിയാക്കം ഒത്തിരി കൂടുതലാണ്. അത് ഞാൻ പുള്ളീനെ അത് എന്തെങ്കിലും കാണുമ്പോൾ പറയാൻ വേണ്ടി ഇരുന്ന ഒരു കാര്യമാണ്, എല്ലാവരും അറിയണം. പിന്നെ അശ്വന്തിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന റിവ്യൂ എന്ന് പറയുന്നത് കറക്റ്റ് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ്. പക്ഷേ നടന്മാരെ ഒരുമാതിരി ഊക്കുന്നത് അത് ശരിയായിട്ടുള്ള ആ ഒരു കുറ്റം മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറ്റം പറയുന്നില്ല. പിന്നെ ഈ 3 സിനിമയിലും കങ്കുവ വെച്ച് നോക്കണമെങ്കിൽ ഒന്നും വയ്യോ ദൈവത്തെ ഓർത്ത് അത് വെച്ച് നോക്കണം പുഷ്പ നമ്പർ 1. പിന്നെ ഗോട്ട് വെച്ച് നോക്കണമെങ്കിലും പുഷ്പ നമ്പർ 1. പക്ഷേ ഇപ്പോഴും കുടുംബ പ്രേക്ഷകർക്കായിരുന്നാലും ഇപ്പോഴുള്ള കുട്ടികൾക്കായിരുന്നാലും കണ്ടോണ്ടിരിക്കാൻ പറ്റിയ പടം ഇപ്പം പുഷ്പ തന്നെയാണ്. ഇപ്പം ഈ 3 സിനിമ ഇറങ്ങിയതിൽ 3-ൽ നമ്പർ 1 പുഷ്പ തന്നെയാണ്. ഓക്കെ, ആറാട്ടണനും അത് തന്നെയാണോ പറയുന്നത്? ഗോട്ടിനേക്കാളും കങ്കുവേക്കാളും പുഷ്പയാണ് ഭേദം, പുഷ്പയാണ് കണ്ടിരിക്കാൻ പറ്റുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഉള്ളതിൽ ഭേദമാണല്ലോ. ഈ പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകളൊക്കെ വരുന്നില്ല, നമുക്ക് വിഷമിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് സിനിമ കാണാൻ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മാർക്ക് കൊടുക്കുമോ പുഷ്പയ്ക്ക്? അല്ല, പുഷ്പ 1 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് ഫിലിം എന്ന് പറയാം. യെസ്. ഗോട്ട്, കങ്കുവയോ പുഷ്പയോ? ആ ഒറ്റ ചോദ്യം മാത്രം. ആദ്യം പുഷ്പ തന്നെയാണ്, പിന്നെ കങ്കുവ, പിന്നെ ഗോട്ട്. അങ്ങനെ വരുള്ളൂ. അതാണ് അല്ലു അർജുൻ.
ഓക്കെ റൈറ്റ്. ഏതായാലും വലിയ പ്രതീക്ഷയുമായിട്ട് വന്ന പുഷ്പ സമ്മിശ്ര പ്രതികരണം ഉണ്ടെങ്കിൽ പോലും അല്ലു അർജുൻ എന്ന നടനോടുള്ള ഇഷ്ടമൊന്നും കുറയുന്നില്ല. ഈ കഴിഞ്ഞ 2 അന്യഭാഷാ ചിത്രങ്ങൾ, വളരെ ഹൈപ്പോട് വന്ന 2 അന്യഭാഷാ ചിത്രങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് പുഷ്പയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പുഷ്പ 3 വരട്ടെ, അല്ലു അർജുൻ കൂടുതൽ ശക്തമായി തിരിച്ചു വരട്ടെ. എല്ലാ കാലത്തും മലയാളികൾക്ക് അല്ലു അർജുൻ മല്ലു അർജുൻ തന്നെയാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നത്. അശ്വന്ത് കോക്ക്, സന്തോഷ് വർക്കി, ആദർശ്, ഒപ്പം ഷാനു ഈ വേഷത്തിൽ തന്നെ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് നമസ്കാരം.